ഹായ് ഓൾ. അപ്പം നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു ലെക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ സെക്കൻഡ് ലെക്ചറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ്. മെയിൻലി ഈ ഒരു ലെക്ചറിനകത്ത് കംപ്ലീറ്റ്ലി സൂപ്പർ കണ്ടക്ടിവിറ്റി, ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, പിന്നെ മീസ്നർ എഫക്റ്റ്, BCS തിയറി, കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, ഇത്രയും കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ലെക്ചറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിതെല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. എക്സാംസിന് ഇപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആയാലും ടൈപ്പുകളാണെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആദ്യം സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എല്ലാം കൂടെ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി മെറ്റൽസ്, നോൺ മെറ്റൽസ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും വരാത്തൊരു സംഭവമാണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കണ്ടക്ടർ എടുക്കുന്ന സമയങ്ങളിൽ അതിപ്പോൾ എത്ര പെർഫെക്റ്റ് കണ്ടക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞാലും അതിനൊരു മിനിമം എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ്, എല്ലാ ഒബ്ജക്റ്റും നമുക്ക് ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു മിനിമം എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് എല്ലാ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട്. അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറമുള്ളൊരു സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മെറ്റീരിയലിനെ ഒരു പർട്ടിക്കുലർലി നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോയും അവരുടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് സീറോ ആയി കഴിഞ്ഞാൽ മാക്സിമം കണ്ടക്ടിവിറ്റി കിട്ടുമല്ലോ. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന്, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കമർലിൻ ഗോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. 1911 ഒരു എക്സ്പെരിമെന്റ് നടത്തി. അതിന്റെ ബേസിസിലാണ് ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരു പ്യുവർ മെർക്കുറി വയർ എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. ഓരോ കറണ്ടിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ അയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കുറച്ച് കുറച്ച് വരുന്നു. ഓരോ പർട്ടിക്കുലർ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് പോകുന്നു. അപ്പോൾ സർപ്രൈസിങ് ആയിട്ട് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കുറച്ച് ഒരു 4.2 കെൽവിനിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും കുറച്ച് 4.2 ഇപ്പുറത്തേക്ക് ബിലോ ആയിട്ട് നമ്മൾ 4.1, 4, പിന്നെ അങ്ങനെ അങ്ങനെ താഴോട്ട് ടെമ്പറേച്ചർ പോകുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് സീറോ ആകുന്നത് കണ്ടു. ഓക്കെ, റെസിസ്റ്റൻസ് സീറോ ആകുന്നു, മാക്സിമം കണ്ടക്ടിവിറ്റി പോസിബിൾ ആകുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ 4.2 കെൽവിൻ കൊടുക്കുന്ന സമയത്താണ് റെസിസ്റ്റൻസ് സീറോ ആയത്. താഴോട്ട് പിന്നെ ഹൈ കണ്ടക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ളൊരു ഫിനോമിനയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും നമുക്കതിനെ സൂപ്പർ കണ്ടക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഓരോ മെറ്റീരിയൽസിനും, ഇപ്പോൾ മെർക്കുറിക്ക് നമ്മൾ 4.2 കെൽവിൻ പറഞ്ഞതുപോലെ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ബിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന് ബിലോ നമ്മൾ ആ മെറ്റീരിയലിനെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് ആക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ്, ഓൺസിന്റെ, കമർലിൻ ഓൺസിന്റെ ആ ഒരു മെർക്കുറിയുടെ എക്സ്പെരിമെന്റ് ഗ്രാഫ് ത്രൂ നമുക്കൊന്ന് നോക്കാം. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് നോക്കാം. നമ്മളിപ്പം ആ പറഞ്ഞ എക്സ്പെരിമെന്റ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഒരു ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും റെസിസ്റ്റൻസിനെ വൈ ആക്സിസിലും എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടോ, മെർക്കുറിയുടെ ടെമ്പറേച്ചറിനെ നമ്മൾ കുറച്ച് കുറച്ച് വരുന്നുണ്ട് അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് ഹൈ, അതുകൊണ്ട് കണ്ടോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ 0.125 മുകളിലാണ് റെസിസ്റ്റൻസ്. പതുക്കെ പതുക്കെ നമ്മൾ ആ 4.4 ടെമ്പറേച്ചർ, ഇവിടെ 4.4 കെൽവിനിൽ മാക്സിമം ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. നമ്മൾ ടെമ്പറേച്ചറിനെ കുറച്ച് കുറച്ച് വരുന്നു. കണ്ടോ, കുറച്ച് കുറച്ച് വരുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആവുന്നത് കണ്ടോ. അങ്ങനെ കണ്ടോ ഇവിടെ ഒരു 4.2, ഇതാണല്ലോ നമ്മുടെ 4.2. അപ്പോൾ ഈ 4.2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ നമ്മുടെ മെർക്കുറി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സഡൻ ആയിട്ട് നിങ്ങൾ കണ്ടോ ഒരു ഡ്രോപ്പ് ആണ് സംഭവിക്കുന്നത് റെസിസ്റ്റൻസിന് അല്ലേ. റെസിസ്റ്റൻസ് ഏകദേശം സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് ആഫ്റ്റർ 4.2 നമ്മൾ ടെമ്പറേച്ചറിനെ കുറച്ച് കഴിഞ്ഞാൽ 4.1, 4 നിങ്ങൾക്ക് കാണാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ ആണ് അല്ലേ. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനും ഇതേപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിന് ബിലോ ആയിട്ട് നമ്മൾ ആ മെറ്റീരിയലിനെ സൂപ്പർ കൂൾ ചെയ്ത് കൊണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്ക് ഏകദേശം 0 ആക്കാൻ പറ്റുകയും അവരുടെ കണ്ടക്ടിവിറ്റിനെ നമുക്ക് ഹൈ ആക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ സ്ലൈഡിലും ഡിസ്കസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ഫീൽഡും ഒക്കെയാണ്. ഐസോടോപ്പിക് എഫക്റ്റ്, കറണ്ട് ഡെൻസിറ്റി, ഇതൊന്നും അധികം സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എടുക്കുന്ന സമയത്ത് അതിനെ സൂപ്പർ കണ്ടക്ടേഴ്സ് ആക്കി മാറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. നമ്മൾ മുമ്പേ മെർക്കുറിയുടെ കേസിൽ കണ്ടു അല്ലേ, നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴേക്ക് എത്തുന്ന സമയത്തായിരുന്നു അത് എന്തായിട്ട് മാറിയത്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് മാറിയത്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഫീൽഡും ക്രിട്ടിക്കൽ കറണ്ട് ഡെൻസിറ്റിക്കും ഐസോടോപ്പിക് എഫക്റ്റിനും ഒക്കെ ഓരോരോ ഇതുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ സ്ലൈഡിലായിട്ട് നോക്കാം. സോ ആദ്യത്തെ പ്രോപ്പർട്ടി, സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ നോക്കാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ മെർക്കുറിയുടെ എക്സ്പെരിമെൻറ്റിലൊക്കെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്, മെർക്കുറിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ കുറച്ച് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴേക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ റെസിസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് 0 ആവുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ഏത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണോ അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആകുന്നത്, കണ്ടക്ടിവിറ്റി ഹൈ ആവുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. The temperature at which a material's electrical resistivity drop to absolute zero is called critical temperature or transition. കാരണം അവിടെ ഒരു മെറ്റീരിയലിന് അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുക അല്ലേ, അതൊരു കണ്ടക്ടറിൽ നിന്നും സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്ന ഫേസിലേക്ക് ട്രാൻസിഷൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. Below critical temperature, material is said to be in superconducting and above it is said to be normal state. അപ്പോൾ സൂപ്പർ കണ്ടക്ടിങ്ങിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ചില കേസിലാണ്, എല്ലാ കേസിലും അല്ല, ചില കേസസിൽ. അതിനെ നമ്മൾ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിനെ കണ്ടക്ടറായിട്ടും സൂപ്പർ കണ്ടക്ടറായിട്ടും മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് മെറ്റലിൻ്റെതും നമ്മളുടെ ഇത് സൂപ്പർ കണ്ടക്ടറിൻ്റെ ഗ്രാഫുമാണ്. അപ്പോൾ മെറ്റൽ നമുക്ക് നോക്കിയാൽ അറിയാം, മെറ്റൽ ടെമ്പറേച്ചർ പോകുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ നമുക്ക് നോർമൽ മെറ്റൽ അല്ലേ, നോർമലായിട്ട് കാണാം. പക്ഷേ സൂപ്പർ കണ്ടക്റ്റിംഗ് നമ്മൾ ഇതേ മെറ്റൽ തന്നെ എടുത്ത് നമ്മൾ പതുക്കെ ടെമ്പറേച്ചർ കുറച്ച് വരുവാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസ് നോക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് കണ്ടോ ഡ്രോപ്പ് ചെയ്തു, കണ്ടോ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്ത് 0യിലേക്ക് എത്തുന്നു. ഇതാണ് അതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് പിന്നെ മെറ്റീരിയൽ എന്താണ്, സൂപ്പർ കണ്ടക്റ്റിംഗ് ആണ്. ടി സി നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിലോ ടി സിനെക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ ടെമ്പറേച്ചറിന് കൊടുക്കുമ്പോൾ അത് നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറുകയും അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ആയിട്ട് മാറുകയും, ടെമ്പറേച്ചർ കുറച്ച് ടി സി അല്ലെങ്കിൽ ടി സിക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പം നോർമൽ മെറ്റലും സൂപ്പർ കണ്ടക്ടറിനെയും കൂടെ നമ്മൾ അതൊരു നോർമൽ മെറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല അല്ലേ. നോർമൽ മെറ്റലിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാത്തിടത്തോളം അതിൻ്റെ കറണ്ടിനെ നമ്മൾ കടത്തിവിടുന്നു, റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു, അതങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ റെസിസ്റ്റൻസ് കാണിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എപ്പോഴാണോ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നത് അതെന്തായിട്ട് മാറുന്നു, ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരച്ച് എഴുതാമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. 2 ലൈൻ എഴുതിയാൽ മതി. കണ്ടോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു 2 ലൈനും എഴുതി ആ ഗ്രാഫും വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനിയും ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പോലെ തന്നെയാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും. ജസ്റ്റ് അവിടെ നമ്മൾ ടെമ്പറേച്ചർ പറയുന്നു, ഇവിടെ നമ്മൾ ഫീൽഡ് പറയുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഏത് പർട്ടിക്കുലർ ഫീൽഡിലാണോ, അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ആണ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫീൽഡിന് താഴേക്ക് നമുക്ക് ആ മെറ്റീരിയലിനെ സൂപ്പർ കണ്ടക്ടിങ് ആക്കി മാറ്റാൻ പറ്റും. ആ ഫീൽഡിന് മുകളിലേക്കുള്ള ഒരു വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? നോർമൽ കണ്ടക്ടർ ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെയാണ്, ഏതൊരു പർട്ടിക്കുലർ വാല്യൂവിലാണോ നമ്മൾക്ക് ദാറ്റ് മിനിമം വാല്യൂ വെയർ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ എന്താ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നത്, ആ പർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ പോയിന്റ്, ആ ഫീൽഡിന് താഴേക്ക് സൂപ്പർ കണ്ടക്ടിങ് ആയിരിക്കും, അതിന് മുകളിലേക്ക് നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ടെമ്പറേച്ചറും ഫീൽഡും വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ നമ്മളൊരു എക്സ് ആക്സിസിൽ എടുത്തു, വൈ ആക്സിസിൽ നമ്മൾ ഫീൽഡിനെ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, ഈ TC മുതൽ HC(0) എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഫീൽഡ്, ഈ ഒരു പോയിന്റ് വരെ നമ്മുടെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഉൾഭാഗം. ഇനി ഔട്ടർ സൈഡോ TC ഗ്രേറ്റർ ദാൻ, നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ TC ആകുക അല്ലെ, നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുന്ന പോയിന്റിലും, അതേപോലെ തന്നെ ഇപ്പുറത്തെ പാരലൽ ആയിട്ട് നമ്മൾ നോക്കണം, HC(0)നെക്കാട്ടിലും നമ്മുടെ ഫീൽഡ് എന്താ, ക്രിട്ടിക്കൽ ഫീൽഡിനെക്കാട്ടിലും കൂടാൻ തുടങ്ങുന്നതും ഈ ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ എന്തായിട്ട് മാറുക, നോർമൽ കണ്ടക്ടർ ആയിട്ട് മാറുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ചിലപ്പം പ്രോബ്ലംസിലൊക്കെ യൂസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. HC(t) = HC(0) 1 - T²/TC² എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ പ്രോബ്ലത്തിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ ക്രിട്ടിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഒരു 300 കെൽവിൻ അങ്ങനെയൊക്കെ നമുക്ക് ചുമ്മാ അതൊരു ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ്, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ HC(t) എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടെമ്പറേച്ചറിലെ ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മുടെ HC(t) എന്ന് പറയുന്നത്. HC(0) എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 0 ആയിരിക്കുന്ന സമയത്തുള്ള ക്രിട്ടിക്കൽ ഫീൽഡ്. അത് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, ഒരു മെറ്റീരിയലിന്റെ കേസിൽ ടെമ്പറേച്ചർ 0 ആകുമ്പോൾ അതിനൊരു ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക 1 - T²/TC². ഏതാണോ നമ്മൾ നമ്മുടെ ക്വസ്റ്റിനെ തന്നിരിക്കുന്ന ഗിവൺ ടെമ്പറേച്ചർ അത് Tക്ക് കൊടുക്കുക. TC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ആ മെറ്റീരിയലിന്റെ കോൺസ്റ്റന്റ്. ഇപ്പോൾ മെർക്കുറിക്കൊക്കെ നമ്മൾ പഠിച്ചതുപോലെ എല്ലാ മെറ്റീരിയലിനും ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മളിവിടെ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം, അധികം അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രാൻസിഷൻ ടെമ്പറേച്ചർ അത് പറഞ്ഞു, ക്രിട്ടിക്കൽ ഫീൽഡ് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇനിയും അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കറണ്ട് ഓർ ക്രിട്ടിക്കൽ കറണ്ട് ഡെൻസിറ്റി. കറണ്ടും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാമല്ലോ. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓംസ് ലോയ്ക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് 12th സ്റ്റാൻഡേർഡിൽ. കറണ്ട് ഡെൻസിറ്റി J = സാധാരണ ഡെൻസിറ്റി എന്താ, ഡെൻസിറ്റി = മാസ് ബൈ വോളിയം പറയത്തില്ലേ, അതേപോലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് ബൈ ഏരിയ ആണ് കേട്ടോ. എമൗണ്ട് ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ ആ പർട്ടിക്കുലർ ഏരിയ, അതിനെ നമുക്ക് കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ കറണ്ട് ആയാലും കറണ്ട് ഡെൻസിറ്റി ആയാലും ഇത് ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിനി നോക്കാം, ഇവിടെ കറണ്ടിന്റെ ഡിപ്പെൻഡൻസി എന്താ, സൂപ്പർ കണ്ടക്ടിവിറ്റിയും കറണ്ടും തമ്മിലുള്ള ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. നമ്മൾ ടെമ്പറേച്ചറും മാഗ്നറ്റിക് ഫീൽഡും പറഞ്ഞതുപോലെ തന്നെയാണ് കറണ്ട്. The maximum current that can be passed in a superconductor without destroying its superconductivity. ഒരു മെറ്റീരിയൽ കൂടിയിട്ട് നമുക്ക് എത്രമാത്രം കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നു വിത്തൗട്ട് ബ്രേക്കിംഗ് ഇൻ സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എത്രമാത്രം കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കറണ്ട്. ഏത് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് കൊടുക്കുമ്പോഴാണോ സൂപ്പർ കണ്ടക്ടിവിറ്റി ബ്രേക്ക് ആവുന്നത് അത് നമ്മുടെ ട്രാൻസിഷൻ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം മെറ്റീരിയൽ എന്തായിട്ട് മാറുകയാണ്, നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ്. അതിന് മുന്നേ വരെ അതൊരു സൂപ്പർ കണ്ടക്ടിങ് ആയിട്ട്
നിൽക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ജസ്റ്റ്. പിന്നെ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിൽ എന്താ ഇന്റർ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഒരു കറണ്ട് ഫ്ലോയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമുക്ക് കറണ്ട് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അതേ തിയറി തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. When the current flowing through a superconducting material increases, ഒരു superconducting material കൂടിയിട്ടുള്ള കറണ്ടിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റും കഴിഞ്ഞ് നമ്മൾ കറണ്ടിനെ ഇൻക്രീസ് ചെയ്താൽ അത് സൂപ്പർ കണ്ടക്ടിങ്ങിൽ നിന്ന് മാറി നോർമൽ മെറ്റീരിയലിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കറണ്ട് കൂട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് അറൌണ്ട് ദ സൂപ്പർ കണ്ടക്ടർ ഓൾസോ ഇൻക്രീസസ്. കണ്ടോ, നമ്മൾ ഇതിന്റെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം എത്തിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കതൊരു ട്രാൻസിഷൻ പോയിന്റ് ആയിട്ട് കണക്കാക്കാം അല്ലേ. അപ്പോൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ HC വാല്യൂ അല്ലേ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന് ശേഷം പോയി കഴിഞ്ഞാൽ അതൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. കണ്ടോ, അങ്ങനെ നമുക്ക് കറണ്ടിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആക്കിയിട്ട് നമുക്കിവിടെ പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. When magnetic field becomes more than the critical magnetic field, the superconducting properties disappeared. അങ്ങനെയാണെങ്കിൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാമല്ലോ. കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, കറണ്ട് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? IC ഈസ് ഈക്വൽ ടു 2πr HC എന്ന് എഴുതാം. കണ്ടോ, 2πr. അവിടെ നമുക്കതൊരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി ആ ഒരു കേസിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ, കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്താ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും കൂടുന്നു. ഈ ഒരു പ്രോബ്ലത്തിനൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് കറണ്ട് ഡെൻസിറ്റി നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം amount of current അല്ലേ. ഒരു മെറ്റീരിയലിന് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കറണ്ടിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കറണ്ടിനെയാണ് നമ്മൾ അതിന്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് നമ്മൾ വിളിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സിൽസ്ബി എഫക്റ്റ് എന്ന് വിളിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. JC is the minimum current density below which the material remains super conductor. കണ്ടോ, ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് റിമൈൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ JC കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഈ എഫക്റ്റിനെ നമ്മൾ സിൽസ്ബി എഫക്റ്റ് എന്ന് വിളിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നേരമായിട്ട് 3 പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തത്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ട്രാൻസിഷൻ ഫീൽഡ്, അതേപോലെ ട്രാൻസിഷൻ കറണ്ട് അല്ലെ, കറണ്ട് ഡെൻസിറ്റി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ഇത് പ്രോപ്പർട്ടി നോക്കാം, ഐസോടോപ്പ് എഫക്റ്റ്. ഓക്കെ, അതിന് മുമ്പ് ഐസോടോപ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഐസോടോപ്പ് എന്തായിരുന്നു? പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഹൈഡ്രജനെ അല്ലെങ്കിൽ കാർബണിനെ പോലെ കുറേ എലമെന്റുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഐസോടോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആറ്റം സെയിം തന്നെയാണ്, ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷെ അവരുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എല്ലാത്തിലും സെയിം ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസിനാണ് വ്യത്യാസം വരുന്നത് അല്ലേ. ഇപ്പം ഹൈഡ്രജന് തന്നെ 3 ഐസോടോപ്പുകളുണ്ട്, കാർബണിന് ഐസോടോപ്പ്, കൊബാൾട്ടിന് ഐസോടോപ്പ്, അങ്ങനെ ഇവർ പല ന്യൂട്രോൺസിന്റെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഇവർക്ക് ഐസോടോപ്സ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം ഈ ഐസോടോപ്സും നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു മെർക്കുറി പോലെയുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോൺ ആണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐസോടോപ്പിക് മാസ്. അതിൻ്റെ ഐസോടോപ്പിക് മാസിന്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താ ഐസോടോപ്പിക് മാസ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഐസോടോപ്പിക് മാസ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം 3 ഐസോടോപ്സ് ഉണ്ടെങ്കിൽ അവരുടെ മാസുകളുടെ എല്ലാം കൂടി ആവറേജ് കാണുക, അതിനെയാണ് നമ്മൾ ഐസോടോപ്പിക് മാസ്. ഇപ്പം ഹൈഡ്രജന് 3 ഐസോടോപ്പ് ആണെങ്കിൽ ഐസോടോപ്പിക് മാസ് എന്ന് പറയുന്നത് ആവറേജ് മാസ് ഓഫ് ഓൾ ഐസോടോപ്സ് ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഐസോടോപ്പിക് മാസ് കാണുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വരുന്നുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തു. സോ TC
റൂട്ട് എം, അതിനെ നമ്മൾ m⁻²² എന്ന് എഴുതി, ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താ ഒരു റിലേഷനാണ് പറയുന്നത്, ഐസോട്ടോപ്പിക് മാസും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീസ്നർ എഫക്റ്റും BCS തിയറി ഒക്കെയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ ടൈപ്പ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും ബേസിക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഓക്കെ. അപ്പം നമുക്ക് മീസ്നർ ഇഫക്റ്റ് നോക്കാം. മീസ്നർ ഇഫക്റ്റ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് കേസസ് ആണ് പഠിക്കുന്നത്. നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. അതേ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ നിങ്ങളുടെ കണ്ടീഷൻസ് ചേഞ്ച് ആയി അല്ലേ. ഇവിടെ ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ TC ആയിരുന്നു, ഇവിടെ ടി എന്ന് പറയുന്നത് ലെസ് ദാൻ TC ആണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടി ഗ്രേറ്റർ ദാൻ TC എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോർമൽ സ്റ്റേറ്റും, ടി ലെസ് ദാൻ TC എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിനെ എടുത്തു, അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പം അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും വലിയൊരെണ്ണമാണ്. ഇപ്പം മെർക്കുറിയുടെ കേസിൽ നമ്മളൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പറഞ്ഞല്ലോ, അപ്പൊ അതിനെക്കാട്ടിലും ഒരു പർട്ടിക്കുലർ ഹയർ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഏതോ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ള ഒരു മെറ്റീരിയൽ അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നമ്മളിപ്പോൾ ഇതിനെ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മുടെ മെറ്റീരിയൽ ഇരിക്കുന്നത്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ അകത്ത് കൂടിയിട്ട് പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഇതേ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു, സൂപ്പർ കൂൾ ചെയ്തു അല്ലെ. ഇതിന്റെ ടെമ്പറേച്ചറിനെ നമ്മൾ കുറച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഈ മെറ്റീരിയലിനെ എടുത്തു. ഇങ്ങനെ ഈ മെറ്റീരിയലിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ പാസ് ചെയ്ത അതേ മാഗ്നറ്റിക് ഫീൽഡിനെ അതേ മെറ്റീരിയൽ കൂടി നമ്മൾ കടത്തിവിടുന്ന സമയത്ത് നേരത്തെ കടന്നു പോയായിരുന്നു, പക്ഷെ ഇവിടെ കടന്നു പോകുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്, എക്സ്പെൽഷൻ. നിങ്ങൾക്ക് ഇതേ കാണാം അല്ലെ, ഇങ്ങനെ വന്നിട്ട് എക്സ്പെൽ ചെയ്തിട്ട് പോകുന്നു, അകത്തൂടെ കയറി പോകുന്നില്ല, ഒരു റിപ്പൽഷനാ കാണിക്കുന്നത് അല്ലെ. ഒരു റിപ്പൽഷൻ അല്ലെങ്കിൽ എക്സ്പെൽഷൻ എന്നൊക്കെ നമുക്ക് പറയാം, ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, മീസ്നർ ഇഫക്റ്റ് എന്ന് വിളിക്കാം. ഇനി എന്തുകൊണ്ടാണ് വൈ മീസ്നർ ഇഫക്റ്റ്, എന്തുകൊണ്ടാണ് ഇവിടെ മീസ്നർ ഇഫക്റ്റ് കാണിച്ചത്, ഈ മെറ്റീരിയലിനെ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേക്ക് കൂൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് മീസ്നർ ഇഫക്റ്റ് കാണിക്കുക, ഇവിടെ ഞാൻ റീസൺ കൊടുത്തിട്ടുണ്ട്. The reason behind the destruction of magnetic field in the superconducting is the existence of electric current flowing through the sample. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടിങ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഹൈലി കണ്ടക്ടിങ് ആണ്. സാധാരണ ഒരു മെറ്റീരിയലിന് നമ്മൾ വെക്കുന്ന സമയത്ത് അതിനൊരു എത്ര കണ്ടക്ടർ ആണെന്ന് പറഞ്ഞാലും അതിനൊരു എത്ര ശതമാനമെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അതിനെ സൂപ്പർ കണ്ടക്ടേഴ്സ് ആക്കുന്ന സമയത്ത് അവരുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0യും കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ കണ്ടക്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ബയാസിങ്ങോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ മെറ്റീരിയലിൽ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇതിൽ കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണല്ലോ നമ്മൾ കറണ്ട് എന്ന് വിളിക്കാം. ഒരു കണ്ടക്ടറിൽ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഓൾറെഡി ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആവുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഇതിന്റെ ഇൻസൈഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അകത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പുറത്തുനിന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, റിപ്പൽഷൻ സംഭവിക്കും. നേരത്തെ അതില്ലായിരുന്നു. നേരത്തെ ഇവിടെ ഒരു ഇന്റീരിയർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ കടത്തിവിടുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൽ കൂടി കയറിപ്പോകും. പക്ഷെ ഇവിടെ ഒരു ഇന്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പുറത്തുനിന്നും അപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിടുവാണെങ്കിൽ രണ്ടുകൂടെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒപ്പോസിഷന്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഒരു റിപ്പൽഷൻ അല്ലെങ്കിൽ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പടം ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരച്ചു കൊടുക്കുക, കണ്ടീഷൻസ് നോർമൽ സ്റ്റേറ്റും സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റും കണ്ടീഷൻ എഴുതി വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അല്ലേ. നമുക്ക്
നല്ലതായിട്ട് മനസ്സിലാവുന്ന. ഇനിയും നമുക്ക് ഈ മീസ്നർ ഇഫക്റ്റിന്റെ കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നത് എപ്പോഴും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട്. ഷോ ദാറ്റ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ഇസ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ വട്ടവും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീസ്നർ ഇഫക്റ്റിനോട് റിലേറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് ആണ് എന്ന് പ്രൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് നമുക്ക് മീസ്നർ ഇഫക്റ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് മീസ്നർ ഇഫക്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് T< TC ചെയ്ത സമയത്ത് നമ്മൾ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു, പുറത്തുനിന്ന് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? ഇന്റേണലി ഉള്ള മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ഫീൽഡും അല്ലെ, ഇന്റേണൽ ഫീൽഡ് പ്ലസ് എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ ഇന്റേണൽ ഫീൽഡിനെ നമുക്ക് μ0m എന്നും എക്സ്റ്റേണൽ ഫീൽഡിനെ നമുക്ക് μ0h എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ μ0 എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും ഒക്കെ നമ്മുടെ കുഞ്ഞു ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ല. അപ്പൊ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണ്ട ഇവിടെ നമുക്ക്. μ0 ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. H എന്ന് പറയുന്നത് എന്താ? ഇന്റൻസിറ്റി ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പുറത്തുകൂടി കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും അഡീഷണൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും. M എന്ന് പറയുന്നത് ഓൾറെഡി ആ സൂപ്പർ കണ്ടക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമാണ് M എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്താ പറയാ? T<TC സമയത്ത് ഈ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡും പുറത്തൊരു മാഗ്നറ്റിക് ഫീൽഡും ഇവർ തമ്മിൽ എന്തായിട്ട് ക്യാൻസൽ ആയി പോവല്ലേ? അതുകൊണ്ടല്ലേ അവിടെ റിപ്പൽഷൻ സംഭവിച്ചത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി റിപ്പൽഷൻ സംഭവിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം? 0 ആണെന്ന് പറയാം അല്ലെ. B ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അപ്പൊ B ഇസ് ഈക്വൽ ടു μ0m പ്ലസ് μ0h ആണെന്ന് നമ്മൾ ഓൾറെഡി എഴുതി. ഇപ്പൊ B ഇസ് ഈക്വൽ ടു 0 ആണെന്ന് എഴുതി. അപ്പൊ μ0m പ്ലസ് μ0h നമുക്ക് എന്താന്ന് എഴുതാം? 0 എന്ന് എഴുതാം. ഇനി μ0h നെ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ μ0m ഇസ് ഈക്വൽ ടു നെഗറ്റീവ് μ0h എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ m/h കണ്ടുപിടിച്ച് m/h ഇസ് ഈക്വൽ ടു മൈനസ് μ0/μ0. μ0 കട്ടായി പോകുമ്പോൾ -1 കിട്ടും. ഇതിനകത്ത് m/h ഇന്റേണൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് സ്ട്രെങ്ത്. ഇതിനെയല്ലായിരുന്നു നമ്മൾ കൈ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, 12th പഠിച്ചിട്ടുണ്ട് കൈ, സസെപ്റ്റബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ അല്ലെ. m/h നമ്മൾ ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, വെറോമാഗ്നറ്റിസം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോന്നിന്റെ കേസിലെ സസെപ്റ്റബിലിറ്റി നമ്മളന്ന് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ m/h നെയാണ് നമ്മൾ കൈ എന്ന് വിളിക്കുക. ഇവിടെ m/h ദാറ്റ് ഈസ് കൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് കിട്ടി? -1 ആണെന്ന് കിട്ടി. അപ്പൊ സൂപ്പർ കണ്ടക്ടിങ്ങിന്റെ കേസിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ ഇട്ട് നോക്കിയപ്പം നമുക്ക് സസെപ്റ്റബിലിറ്റി -1 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ സസെപ്റ്റബിലിറ്റി -1 കിട്ടുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നമുക്കറിയാം. ഏതാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അവിടെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്തേക്ക് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ട് വെക്കുന്ന സമയത്ത് അവർ ഫീബിലി എന്ത് ചെയ്യുന്നു? റിപ്പല് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അത് തന്നെയല്ലേ, റിപ്പൽഷൻ കാണിച്ചു. അപ്പൊ കൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടർ ഇസ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആട്ടോ. വളരെ 3-4 ലൈൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ കാര്യം ഓർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എപ്പോഴും മീസ്നർ എഫക്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇത് സിംഗിൾ ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മീസ്നർ എഫക്റ്റിന്റെ കൂടെയും നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. നിങ്ങളുടെ ആ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എടുക്കുന്നത്. എന്നിട്ട് അടുത്ത സ്ലൈഡിലാണ് നമ്മൾ ഇനി BCS തിയറി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, നോക്കിക്കോ. സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്നും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്നും. ഇതിനകത്ത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ ടൈപ്പ് 1 അല്ലെങ്കിൽ സോഫ്റ്റ്, ടൈപ്പ് 2 ഹാർഡ് എന്നൊക്കെ പറയുന്നത്? ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പം നമുക്ക് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ നമുക്ക് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കാം. പിന്നെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടർ വിച്ച് ഒബൈസ് മീസ്നർ എഫക്റ്റ് ആണ് അല്ലേ. മീസ്നർ എഫക്റ്റ് ഒബൈ ചെയ്യുന്ന ടൈപ്പ് സൂപ്പർ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ മീസ്നർ എഫക്റ്റ് പഠിച്ചു. മീസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ അതിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പെൽഷൻ ആണ് അവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. കാരണം എന്താ, ഓൾറെഡി ഒരു സൂപ്പർ കണ്ടക്ടറിന് ഇന്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തോടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കൊടുക്കുമ്പം അത് തമ്മിലൊരു ഒരു റിപ്പൽഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ കൂടെ കയറി പോവാതെ എക്സ്പെൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ളൊരു ബിഹേവിയർ കാണിക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞായിരുന്നു, നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഒരു മെറ്റീരിയലിനെ സൂപ്പർ കണ്ടക്ടേഴ്സിലേക്ക് ആക്കാനുള്ള പല കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നറ്റൈസേഷനും എച്ചും വെച്ചിട്ടുള്ളൊരു ഗ്രാഫ് ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും എം എന്ന് പറയുന്നത് ഇന്റേണൽ മാഗ്നറ്റൈസേഷനും ആയിരിക്കും. മെറ്റീരിയലിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ ആയിരിക്കും എം. അപ്പൊ നമുക്കിവിടെ എങ്ങനെ പറയാം, നമ്മൾ പതുക്കെ നമ്മുടെ ഇപ്പം 0 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടി കൊടുക്കുകയാണ് അല്ലേ. അപ്പം ബിലോ എച്ച് സി നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ പറഞ്ഞു, ക്രിട്ടിക്കൽ ഫീൽഡ് ആണ് എച്ച് സി അല്ലേ. ബിലോ എച്ച് സി മെറ്റീരിയൽ എന്തായിട്ടാ ബിഹേവ് ചെയ്യുക, സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യും. എച്ച് സിനെക്കാളിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുന്ന സമയത്ത് അത് കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ വാല്യൂ 0 ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇന്റേണൽ മാഗ്നറ്റൈസേഷനും കൂടി വരുന്നുണ്ട്. ഈ ഒരു ബിഹേവിയർ, ഈ ഒരു ലീനിയർ ഗ്രാഫ് എവിടെ വരെയാണ് നിൽക്കുന്നത്, ഈ എ എന്ന് പറയുന്ന പോയിന്റ് വരെ നിൽക്കുന്നുള്ളൂ. കാരണം എന്താ, എ എന്ന പോയിന്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡ് കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് ചെയ്യുമ്പോഴത്തേന് ഇന്റേണൽ മാഗ്നറ്റൈസേഷൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് 0 ഇവിടെ വരുവാണ്. ഇതൊരു കണ്ടക്ടർ ആയിട്ട് മാറുവാണ്. കണ്ടക്ടർ ആയിട്ട് മാറുവാണെന്ന് പറഞ്ഞാൽ എന്താ, പിന്നീട് നമ്മൾ ഇതിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ ബിഫോർ എച്ച് സി എന്ന് പറയുന്നത് എന്താ, എക്സ്പെൽഷൻ, മീസ്നർ എഫക്റ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഇവരെ നമ്മൾ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാനുള്ള കാരണം, ബിക്കോസ് ഇതിനെ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ കണ്ടക്ടർ ആയിട്ടും സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഇവരെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി കൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഇവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ക്ലിയർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഭയങ്കര എന്താ, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ആയിട്ടും സൂപ്പർ കണ്ടക്ടർ ആയിട്ടും ഒക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്കെ. നമുക്കിനിയും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് നോക്കാം. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ടൈപ്പ് 1ൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ കണ്ടക്ടറാണ്. ഇതിനെ നമ്മൾ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും നമുക്കിതിനെ വിളിക്കാം. എന്താ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നോട്ട് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തിട്ട് അടുത്ത സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയേക്കുന്നതൊക്കെ നെക്സ്റ്റ് സ്ലൈഡിൽ വായിക്കാം. So the magnetization of type 2 superconductor is shown in the figure. The type 2 superconductor is characterized by two critical magnetic field, HC1 and HC2. നമ്മളിപ്പോൾ സാധാരണ കേസസിലൊക്കെ നമുക്കൊരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊക്കെയല്ലേ നമ്മൾ എടുക്കാം. പക്ഷെ ടൈപ്പ് 2ന്റെ കേസിൽ നമുക്കിവിടെ ഒരു 2 കേസസ് വരുന്നുണ്ട്. രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡിന്റെ കേസസ് HC1, അതുകൊണ്ടാണ് നമ്മൾ അതിനെ C1 C2 എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ചെയ്യുന്നത്. HC1ഉം HC2 for the field strength below HC1. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാ, HC1ന് താഴെയുള്ള ടെമ്പറേച്ചർ ഈ ഒരു സ്റ്റേറ്റ്, ഇതേ കണ്ടോ ഇവിടെ ഈ ഒരു ഭാഗം, ഈ ഒരു ട്രയാങ്കുലർ ഭാഗമായിരിക്കും ആക്ച്വൽ സൂപ്പർ കണ്ടക്ടിങ് ബിഹേവിയർ കാണിക്കുന്നത്. ഇനിയും ആഫ്റ്റർ HC2, ഇതേ കണ്ടോ ഈ HC2ന് ശേഷം ഇവരൊരു നോർമൽ മെറ്റീരിയൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്.
അപ്പോൾ HC1നും HC2നും ഇടയിൽ എന്തായിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്? HC1 HC2ന് ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മിക്സഡ് സ്റ്റേറ്റ് ആണ്. സൂപ്പർ കണ്ടക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടിങ് ആണ്, നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ നോർമൽ ആണ്. ആ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ HC1 ടു HC2. അപ്പോൾ സാധാരണ നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് പഠിച്ചപ്പോൾ നേരെ HC1ന് ബിഫോർ അതൊരു സൂപ്പർ കണ്ടക്ടർ ആയിരുന്നു, ആഫ്റ്റർ ക്രിട്ടിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇവിടെ പക്ഷെ അതല്ല, അതൊരു മിക്സഡ് സ്റ്റേറ്റിൽ നിന്നിട്ട് പതുക്കെ അതൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഇനി നമ്മളിവിടെ മീസ്നർ എഫക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു മെറ്റീരിയൽ അതിന്റെ നോർമൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് അതിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ, അതിനെയാണല്ലോ നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം HC1 ബിലോ HC1 ആണ് എന്ത് നമ്മുടെ മെറ്റീരിയൽ കംപ്ലീറ്റ് സൂപ്പർ കണ്ടക്ടിങ് എന്ന് പറഞ്ഞത്. ആഫ്റ്റർ HC2 ആണ് അത് കംപ്ലീറ്റ് നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. HC1ന്റെ HC2ന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ഫ്രം HC1 the magnetic field lines begin to penetrate the material. കണ്ടോ, അപ്പോൾ HC1ൽ നിന്നും നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ്, ഫസ്റ്റ് ക്രിട്ടിക്കൽ ഫീൽഡിൽ നിന്നും നമ്മൾ ഇൻക്രീസ് ആയി പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ലോസ് ആയി വരും, എന്നാൽ കംപ്ലീറ്റ്ലി ലോസ് ആയിട്ടുമില്ല. അപ്പോൾ പതുക്കെ പതുക്കെ ലോസ് ആവുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടിൽ എവിടെ വരെ? HC2 വരെ പതുക്കെ പതുക്കെ പോകുന്നതായിട്ട് കാണാം. ആഫ്റ്റർ HC2 ഇതൊരു നോർമൽ കണ്ടക്ടർ ആണല്ലോ, അപ്പോൾ നല്ല പോലെ എങ്ങനെയാണോ ഒരു നോർമൽ കണ്ടക്ടർ നമ്മൾ ടൈപ്പ് 1ൽ കണ്ടത് അതേപോലെ കംപ്ലീറ്റ്ലി പെനട്രേറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ആ ഒരു സ്റ്റേജിലാണ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയത്. അതിന് മുന്നേ അതൊരു മിക്സഡ് സ്റ്റേറ്റിലായിരുന്നു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇൻ ദ റീജിയൻ ഫ്രം HC1 to HC2 the specimen assumes a complicated mixed structure of normal and superconducting state. ഈ സ്റ്റേറ്റിനെയാണ് നമ്മൾ വോർട്ടെക്സ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ HC1 HC2 ആ ഒരു ബിറ്റ്വീൻ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ, ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെ ഒരു മിക്സഡ് സ്റ്റേറ്റ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇവരെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വോർട്ടെക്സ് സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. After HC2 the material turns to normal state. So type 2 superconductor is one which is characterized by two critical field. Transition to normal state takes place gradually as magnetic field increases from HC1 to HC2. അപ്പോൾ നമുക്ക് പറയാം ഒരു ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനെ നമുക്കൊരു ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇത് നമ്മൾ പെട്ടെന്നൊരു ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേന് ഇത് ഷടേന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് 1ൽ കണ്ടതുപോലെ പെട്ടെന്നൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യത്തില്ല. ഇവർക്കൊരു ബിറ്റ്വീൻ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിഫറൻസ് ആണ് കേട്ടോ, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്കിനി ഒന്ന് കമ്പയർ ചെയ്യാം ടൈപ്പ് 1ഉം ടൈപ്പ് 2. ടൈപ്പ് 1 നമുക്ക് പറയാം കംപ്ലീറ്റ് മേസണറി എഫക്റ്റ് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ടൈപ്പ് 2ന്റെ കേസിലോ കംപ്ലീറ്റ് മേസണറി എഫക്റ്റ് എപ്പോഴേ നമുക്ക് കാണിക്കുന്നുള്ളൂ? HC1ന് ബിലോ ആയിട്ടിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് എന്താണോ നമ്മൾ പറഞ്ഞത് എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണിക്കുന്നുണ്ട്. ആഫ്റ്റർ HC2 കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ HC1നും HC2നും ഇടയിലോ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുമില്ല എന്നാൽ പോവാതിരിക്കുന്നതുമില്ല, ഒരു മിക്സഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് മേസണറി എഫക്റ്റിനെ ടൈപ്പ് 2ൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് നമ്മുടെ ഫീൽഡ് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നോക്കാം. എബോവ് ക്രിട്ടിക്കൽ ഫീൽഡ് ഇത് സൂപ്പർ കണ്ടക്ടർ ബിക്കം നോർമൽ കണ്ടക്ടർ അല്ലേ. നമുക്ക് ടൈപ്പ് 1ന്റെ കേസിൽ ആ ഒരു ഒറ്റ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡേ ഉള്ളൂ. അപ്പം ബിഫോർ HC ഇറ്റ് ഈസ് എ
സൂപ്പർ കണ്ടക്ടർ. ആഫ്റ്റർ HC ഇറ്റ് ഈസ് എ നോർമൽ കണ്ടക്ടർ. പക്ഷേ ടൈപ്പ് 2ന്റെ കേസിൽ അങ്ങനല്ല. ടൈപ്പ് 2ന് ഒരു മിക്സഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. HC1ന് മുന്നേ എന്താ സൂപ്പർ കണ്ടക്ടർ, HC2ന് ശേഷം നോർമൽ കണ്ടക്ടർ, ബിറ്റ്വീൻ HC1 ആൻഡ് HC2 ഒരു മിക്സഡ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് കോൾഡ് വോർട്ടെക്സ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു അല്ലേ. ഇനി അടുത്തത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്നും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്നും പറയുന്നു. പിന്നെ അതേപോലെ ദ ക്രിട്ടിക്കൽ ഫീൽഡ് HC ഈസ് റിലേറ്റീവ്ലി ലോ. ദേ ക്യാൻ ജനറേറ്റ് ഫീൽഡ് അബൌട്ട് 100 to 1000 ഗോസ് ആയിരിക്കും. പക്ഷേ ഇവിടെ വാല്യൂ ഓഫ് HC2 എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആയിരിക്കും. ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. They can carry large current when magnetic field is between HC1നും HC2നും ഇടയിൽ അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ടൈപ്പ് 1ന്റെ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. എക്സാമ്പിൾ നിങ്ങൾ അത്യാവശ്യം മെയിൻ 2-3 പോയിന്റ്സ് കൊടുത്തിട്ട് എപ്പോഴും എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അലൂമിനിയം, സിങ്ക്, ഗാലിയം പോലെയുള്ള മെറ്റീരിയൽസും പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മിക്സഡ് സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ അവർ യൂഷ്വലി എന്തായിരിക്കും, അലോയ്സ് ആയിരിക്കും. അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അലോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ആണ് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു മെറ്റൽ എങ്കിലും വേണം. അങ്ങനെ നമുക്ക് കുറെ കോമ്പിനേഷൻസ് ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ അലോയ്സ് എന്ന് വിളിക്കുക. ലെഡ്, ഇൻഡിയം, അലോയ് ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് 1 ടൈപ്പ് 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല. എളുപ്പമാണ്. ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആകും. പിന്നെ സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCS തിയറിയാണ്. BCS തിയറി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. അപ്പം ഈ ഒരു ഇതിനകത്ത് നമ്മളിപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി, ടൈപ്പ് 1 ടൈപ്പ് 2 പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് BCS തിയറി. ഇതിന് മുന്നുള്ള പല തിയറീസും കൂടുതലും ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിരുന്നത്. പിന്നീടാണ് BCS തിയറി വരുന്നതും. BCS തിയറിയിൽ കുറച്ചും കൂടി ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് ആയിരുന്നു സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കുന്നത്. വൈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ളൊരു എന്തുകൊണ്ട് മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു എന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്കൽ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് BCS തിയറി. ഓക്കെ, സോ ഇത് പ്രപ്പോസ് ചെയ്തത് 3 പേര് ചേർന്നിട്ടാണ്. ബ്രാഡീൻ, കൂപ്പർ, ഷ്രീഫർ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റ് ഇൻ 1957 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോൺ ലാറ്റിസ്, ഇലക്ട്രോൺ ഇൻ്ററാക്ഷൻ, ഇലക്ട്രോണും ലാറ്റിസും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, പിന്നീട് കൂപ്പർ പെയർ ഫോർമേഷൻ. ഇങ്ങനെയുള്ള 2 മെയിൻ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു തിയറിക്കകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമുക്ക് വിത്ത് ഫിഗറായിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ നോട്ടായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. BCS തിയറി നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. BCS തിയറി എന്ന് പറയുന്നതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇനി എന്തുകൊണ്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്, അതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈ സൂപ്പർ കണ്ടക്ടിവിറ്റി, എന്തുകൊണ്ട് ഒരു മെറ്റീരിയലിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിന ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഒരു മെറ്റീരിയലിനെ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു മെറ്റീരിയലിനെ പറയുന്നത്, അതിന് കുറേ ലാറ്റിസ് സൈറ്റുകളുണ്ട്. ലാറ്റിസ് സൈറ്റുകൾ പോസിറ്റീവ് ആയിരിക്കും. ലാറ്റിസ് സൈറ്റുകളുടെ ഇടയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് കാണും. ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളിവിടെ കണ്ടക്ടറിനെ ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്, അതിനെയാണല്ലോ നമ്മൾ സൂപ്പർ കണ്ടക്ടർ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഈ കണ്ടക്ടറിന് കുറേ പോസിറ്റീവ് ലാറ്റിസ് സൈറ്റുകളുണ്ട്. ഈ ലാറ്റിസ് സൈറ്റുകളുടെ ഇടയിൽ കൂടിയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പറയാം. പക്ഷേ ഈ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന, നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ലാറ്റിസ് ഇവിടെ ഇരിക്കുന്നു എന്ന പോലെയാണോ ലാറ്റിസ്? അല്ല, ലാറ്റിസിൽ കണ്ടിന്യൂസ് വൈബ്രേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. ലാറ്റിസ് വൈബ്രേഷൻസ് എന്ന് നമ്മൾ പറയും. ലാറ്റിസ് വൈബ്രേഷൻസ് നടക്കുന്നുണ്ട്. ഈ ലാറ്റിസ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇതുവഴി ഇങ്ങനെ പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ലാറ്റിസിന്റെ വൈബ്രേഷൻസ് കാരണം ആ ഇലക്ട്രോണിന്റെ പാത്ത് എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. ഇലക്ട്രോണിന് നല്ല ഈസി ആയിട്ട് അതുവഴി പോകാൻ പറ്റത്തില്ല.
ഇതിനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു എത്ര നല്ല കണ്ടക്ടർ ആണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻബിൽട്ട് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് കാണും. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടല്ല, ലാറ്റിസ് വൈബ്രേഷൻസ് കാരണം ഇലക്ട്രോൺ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് ആ മെറ്റീരിയൽ. അപ്പം ഇവിടെ നമ്മൾ സൂപ്പർ കണ്ടക്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഇലക്ട്രോൺ ഇതുവഴി പോകുകയാണെന്ന് നമ്മൾ വിചാരിക്കട്ടെ. നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോണും പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇതുവഴി പോകുന്ന സമയത്ത് ഈ ഇലക്ട്രോണിലേക്ക് നമ്മുടെ ലാറ്റിസുകൾ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പം നോർമലി നമ്മുടെ ലാറ്റിസിന് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇലക്ട്രോൺ പോകുന്ന ആ ഒരു പോയിന്റിൽ ഈ ലാറ്റിസിന് ഒരു ഡിഫോർമേഷൻ നടന്നു അല്ലെ. ലാറ്റിസിന് ഒരു അതിന്റെ ഒരു ഫോർമേഷൻ മാറി അല്ലെ. ലാറ്റിസ് കുറച്ചുകൂടി ഒന്ന് കർവ് ചെയ്തു, ഉള്ളിലേക്ക് കർവ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ ലാറ്റിസിന്റെ ഡിഫോർമേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇതൊരു ക്ലൗഡ് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു നെഗറ്റീവ് ചാർജ് അതിന് ചുറ്റിനും ഒരു പോസിറ്റീവ് ചാർജിന്റെ ക്ലൗഡ് ഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അടുത്ത ഇലക്ട്രോൺ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, നെക്സ്റ്റ് ഫ്രീ ഇലക്ട്രോൺ ഇതേ പാത്തിൽ കൂടിയിട്ട് ട്രാവൽ ചെയ്യുകയാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇലക്ട്രോണും തമ്മിൽ നമുക്കറിയാം അട്രാക്ട് ചെയ്യത്തില്ല അല്ലെ, റിപ്പൽഷനെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ വരുന്ന സമയത്ത് ഇലക്ട്രോൺ കാണുന്നത് എന്താണ്, ഒരു ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജസിനെയാണ് കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ആ പോസിറ്റീവ് ചാർജസിലേക്കാണ് ചെന്ന് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഇലക്ട്രോൺസിലേക്കല്ല അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലൗഡിന്റെ ഉള്ളിൽ ആരുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് അവിടെ സംഭവിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് അവരല്ല അട്രാക്ട് ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ കൂപ്പർ പെയർ. കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഒരു ലാറ്റിസ് ഡിഫോർമേഷൻ ഉണ്ടായി, അടുത്ത ഇലക്ട്രോൺ വരുന്നു. അത് ഈ ക്ലൗഡിനെ ലക്ഷ്യം വെച്ചിട്ടാണ് വരുന്നത്. ഇവർ തമ്മിൽ പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ കൂപ്പർ പെയർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ എന്നും കൂപ്പർ പെയർ എന്നും പറഞ്ഞത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന കൂടെ തന്നെ നമ്മൾ ടെമ്പറേച്ചറിനെയും കൂടി കുറയ്ക്കുന്നു. ടെമ്പറേച്ചർ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചറിനെ നമ്മൾ കുറച്ച് ഒരു മിനിമം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചറിലേക്ക് കയറ്റി കഴിയുമ്പോഴത്തേന് ആ എനർജി അല്ലെ, ലാറ്റിസുകൾക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള എനർജി നഷ്ടപ്പെടുന്നു. അവരെന്ത് സംഭവിക്കുന്നു, അവർ സ്റ്റില്ലായിട്ടിരിക്കുന്നു. കണ്ടോ. അപ്പൊ ഇപ്പം കേസസ് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസസ് ആണ്. ഇലക്ട്രോൺസ് കൂപ്പർ പെയർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ല പോകുന്നത്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ലാറ്റിസിന്റെ വൈബ്രേഷൻസ് നിന്നു. അപ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് ഇല്ല, ഇലക്ട്രോൺസിന് സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് കാരണമാവുന്നത്. ഇതാണ് അതിന്റെ റീസൺ എന്നാണ് BCS തിയറി നമുക്ക് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ നോട്ട് ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പം നമ്മൾ അവിടെ ആ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ അത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. When an electron is approaching a stable positive ion in the lattice, there will be an attraction between electron and positive ion. Hence, lattice distortion takes place. This distortion produces a region of increased positive charge and is called a phonon. അപ്പോൾ ആ ഒരു ലാറ്റിസിന് ഒരു ഡിസ്ഓറിയന്റേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ ഫോണോൺ എന്ന് വിളിക്കുന്നു. കൺസിഡർ എ സെക്കൻഡ് ഇലക്ട്രോൺ, രണ്ടാമതൊരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു പോസിറ്റീവ് ക്ലൗഡിലോട്ട് അവിടേക്ക് അട്രാക്ട് ചെയ്താ വരുന്നത്. അങ്ങനെ ഇലക്ട്രോണും തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് അട്രാക്ഷൻ, ദാറ്റ് ഈസ് എ കൂപ്പർ പെയർ അവിടെ ഫോം ചെയ്യുന്നു അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ മെറ്റീരിയലിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ താഴേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ലാറ്റിസിന്റെ എനർജി നഷ്ടപ്പെടുകയും അതിന്റെ വൈബ്രേഷൻസ് സ്റ്റോപ്പ് ചെയ്യുകയും ഈ കൂപ്പർ പെയേഴ്സിന്റെ ഫ്ലോ എളുപ്പമാക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറുന്നത് എന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു തിയറിയാണ്. കുറച്ച് പോയിന്റ്സ് കൊണ്ടിട്ട് നമുക്കിത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടർ. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മിക്കവാറും ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ആപ്ലിക്കേഷൻ. നമുക്കപ്പോൾ ഇപ്പോൾ എ പാർട്ടിനകത്ത് ടൈപ്പ് 1 ടൈപ്പ് 2 ആണ് ചോദിക്കുന്നതെങ്കിൽ ബി പാർട്ടിൽ നമുക്ക് ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കാം. മിസ്നർ എഫക്റ്റോ BCS ഒക്കെ ചോദിക്കുന്ന കൂട്ടത്തിലൊക്കെ നമുക്ക് ഈ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ആപ്ലിക്കേഷൻസ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാ എക്സാംസിനും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്.
അപ്പോൾ 1, 2, 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കാം. മിനിമം 2, 3 ആപ്ലിക്കേഷൻസ് പഠിച്ച് വെച്ചിരിക്കാം. അപ്പോൾ ഇത് ഇൻറ്റു ദ ഡെപ്ത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ആപ്ലിക്കേഷൻസ്, ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് എന്താ? പവർ ട്രാൻസിഷൻ ആണ് അല്ലേ? സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. ഇലക്ട്രിക്കൽ പവർ ട്രാൻസിഷൻ ത്രൂ എനി കണ്ടക്ടർ ഈസ് ഓൾവേസ് അക്കംപൈൻഡ് ബൈ എനർജി ലോസ് അല്ലേ? ഇതിപ്പോൾ നമുക്കൊരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയറിൽ കൂടി എനർജി കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എത്ര ബെസ്റ്റ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്കറിയാം കറണ്ട് പോകുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ലോസ് ആയിട്ട് ഇത് സംഭവിക്കാറുണ്ട്. If superconductors are used, the loss will be eliminated and power transition can be done at a lower voltage. അപ്പോൾ നമ്മൾ നോർമൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ ലോസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ലോ വോൾട്ടേജിൽ നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്താ പറയുന്നത്? സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ് നമുക്കറിയാം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മെറ്റൽ എന്തായിട്ട് കാണിക്കുന്നു, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ബെല്ല് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രോമാഗ്നറ്റ് മെയ്ഡ് ബൈ യൂസിങ് കോയിൽസ് ഓഫ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. അപ്പം നമ്മൾ നോർമൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ കോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ് എന്ന് വിളിക്കുക. The main advantage is that once the current is set up, the coil require no source of EMF to drive the current. അപ്പോൾ വൺസ് നമ്മളിത് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് വേണ്ട, പ്രത്യേകിച്ച് കറണ്ട് ഒന്നും വേണ്ട, നമുക്ക് സോഴ്സ് വേണ്ട, ഇൻപുട്ട് വേണ്ട എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ട് ആപ്ലിക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ മാഗ്ലവ് വെഹിക്കിൾസ്. മാഗ്ലവ് ട്രെയിനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് മാഗ്ലവ് ട്രെയിൻസ് ഒക്കെ കാണാൻ പറ്റും അല്ലേ? അപ്പം മാഗ്ലവ് ട്രെയിൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനും എന്തുതന്നെയാണ്? സൂപ്പർ കണ്ടക്ടിങ് തന്നെയാണ്. മാഗ്നറ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിനെ ഒരു റെയിൽവേ ട്രാക്ക്, അതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ റെയിൽവേ ട്രാക്ക് പോലെയല്ല, ഒരു കോണ്ടാക്റ്റിൽ വരുന്നില്ല, ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റപ്പിൽ ഒരു മാഗ്നറ്റിക് ലെവിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും, സെയിം ആണെങ്കിൽ സെയിം പോളുകൾ തമ്മിൽ റിപ്പല് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആ ഒരു പ്രിൻസിപ്പിളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മാഗ്നറ്റിക് വെഹിക്കിൾസ്. അതിനകത്ത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി എഴുതണം എന്നല്ല, ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം കൂടി പഠിച്ചു വെക്കണം എന്നല്ല, 1, 2, 3 ആപ്ലിക്കേഷൻസ് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഈ ബി പാർട്ട് ക്വസ്റ്റ്യൻസിനകത്ത് കൂടുതലും ചോദിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് മാഗ്ലവ് വെഹിക്കിൾസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോവാതെ മാഗ്ലവ് വെഹിക്കിൾസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തു. ഇനിയും നെക്സ്റ്റ് ഒരു 3 ആപ്ലിക്കേഷൻസും കൂടി നമുക്ക് നോക്കാം. വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Very strong magnetic field can be generated with a coil made superconducting material. High magnetic field are required in many area of research and diagnostic equipments in medicines. അപ്പോൾ എന്താ ജസ്റ്റ് പറയാ, സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രേറ്റർ മാഗ്നറ്റിക് ഫീൽഡുകൾ ജനറേറ്റ് ചെയ്യാം. അത് നമുക്ക് പല ഏരിയാസിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് സ്ക്വിഡ്സ്. സ്ക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസസ് ആണ് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ഫണ്ടമെന്റലി സൂപ്പർ കണ്ടക്ടിങ് റിങ്സ് ദാറ്റ് ആക്ട് ആസ് എ സ്ട്രോങ് ഡിവൈസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലൊക്കെ ഉണ്ടാവുന്ന മൈന്യൂട്ട് ചേഞ്ചസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്യൂ ടു ഹീറ്റ് ജനറേറ്റഡ്, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ പവർ ലോസ് കാരണം നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ലോസ് ഒക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ടോപ്പിക്ക് ഇവിടെ വെച്ചിട്ട്, തിയറിയാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഓരോന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? മീസ്നർ എഫക്റ്റ് ചോദിക്കും, BCS ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 ടൈപ്പ് 2 ചോദിക്കും. പിന്നെ നമ്മളോട് ചെറിയ മാർക്ക് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ പ്രോപ്പർട്ടീസിനകത്ത് ക്രിട്ടിക്കൽ ഫീൽഡിനെ പറ്റിയിട്ടൊക്കെ
ചോദിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓഫ് കോഴ്സ് ബി പാർട്ടിലെ മിക്കവാറും വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.